കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവാവിനെ അച്ഛനും ജ്യേഷ്ഠനും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തി. സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷാണ് മരിച്ചത്. ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളെന്നാണ് വിവരം. അച്ഛൻ രാമകൃഷ്ണൻ, സഹോദരൻ സനൽ എന്നിവരെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം? ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതിദാരുണമായ സംഭവമാണ്. കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് അച്ഛൻ ഇളയ മകനെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് ടോം. ഇത് ഈ അക്രമം, അതായത് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു കൃത്യം ആരും അറിഞ്ഞിരുന്നില്ല. പുലർച്ചെയാണ് ഈ ഒരു സംഭവം അറിയുന്നത്. അച്ഛനും മൂത്ത മകനും ചേർന്ന് ഇളയ മകനെ കൊലപ്പെടുത്തുകയായിരുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇളയ മകന് മാനസിക രോഗത്തിന് ചികിത്സ തേടിയ ആളാണ്. ഇത് കൊലപ്പെടുത്തിയ രീതി തന്നെ അതിക്രൂരമായ രീതിയിലാണ്. കട്ടിൽ പിടിച്ച് കിടത്തി കണ്ണിൽ മുളകുപൊടിയിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് ഈ അച്ഛൻ മൊഴി നൽകിയിരിക്കുന്നത്. കാരണം ഇത്രത്തോളം ഒരു അക്രമം നടത്തിയ ആളാണ് ഈ കൊല ചെയ്യപ്പെട്ട ആളെന്ന് പറയുന്നു. കാരണം മുൻപും സമാനമായ രീതിയിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മാനസിക രോഗത്തിന് ചികിത്സ സമയത്തുണ്ടായിരുന്നു. ഈ സഹോദരൻ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൽ അച്ഛൻ ഇടപെട്ടു. അത് വലിയൊരു കയ്യാങ്കളിയിലേക്ക് എത്തിയെന്നാണ് പോലീസിന് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇന്ന് പുലർച്ചെ ഈ അച്ഛൻ തൊട്ടടുത്തുള്ള ഒരു ജനപ്രതിനിധിയെ ഈ വിവരം അറിയിക്കുകയും ജനപ്രതി വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം അറിയാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ അച്ഛനെയും മകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇളയമകന്റെ ശരീരം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ ഈ മകൻ ഈ യുവാവിൻ്റെ മാനസിക പ്രശ്നമാണ്, അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിനീഷ്, അങ്ങനെ പതിവായി ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും ജനപ്രതിനിധിയിൽ നിന്നും ഒക്കെ അറിയാൻ കഴിയുന്നത്. പോലീസിൽ നിന്നും അത്തരത്തിലുള്ള വിവരം തന്നെ അറിയുന്നുണ്ട്. കാരണം ഈ അച്ഛൻ പോലീസിനോട് വെളിപ്പെടുത്തിയത് അങ്ങനെയാണ്. ഈ മകനെ കൊണ്ട് സഹിക്ക വയ്യാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് അവര് നയിച്ചത് എന്നാണ് അറിയുന്നത്. കാരണം പല സമയം ഇത്തരത്തിലുള്ള ഒരു അക്രമങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ അമ്മയെ അടക്കം ആക്രമിച്ചിട്ടുണ്ട്. പലതവണ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സഹിക്ക വയ്യാതെ കഴിഞ്ഞ ദിവസം ഇരുവരും ചേർന്ന് ഇത്തരത്തിലുള്ളൊരു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിയൊക്കെയാണ് ഇവർ വാർഡിലെ, അയാളോടാണ് ഈ വിവരങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുക. ഇവർ കീഴടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇത് അതിദാരുണമായ ഒരു സംഭവമാണ്. ഇങ്ങനെ മാനസിക രോഗത്തിനൊക്കെ ചികിത്സ തേടുന്നു, അപ്പം വീട്ടിലിങ്ങനെ അക്രമം ഉണ്ടാകുന്നു. ഒരു പിതാവിന്റെ ഒരു സ്വന്തം മകനെ വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്താണ് യുവാവിനെ അച്ഛനും സഹോദരൻ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.